നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ സാന്റോസ് തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. നൊറോസ്റ്റയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവർ തോൽപ്പിച്ചു. അവർക്ക് വേണ്ടി ഗുയർമയും ടിക്കിഞ്ഞോയും ടസിയാനോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരം വിജയിച്ചതോടുകൂടി പൗലിസ്റ്റ A1 ഇപ്പോൾ ഗ്രൂപ്പ് ബിയിൽ 1-ാം സ്ഥാനത്താണ് സാന്റോസ്. 11 കളികളിൽ നിന്ന് 15 പോയിന്റുമായിട്ട് അവർ നിൽക്കുന്നു. സോ അടുത്ത റൗണ്ട് എന്നുള്ളത് അവർക്ക് സാധ്യമാണ്. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നെയ്മർ ജൂനിയറുടെ ഒരു പ്രകടനം എങ്ങനെ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മോശമല്ലാത്ത പ്രകടനം താരം ഈ കളിയിലും കാഴ്ചവെച്ചിട്ടുണ്ട്. കളിയിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബിളിംഗ് നടത്തിയത് നെയ്മറാണ്. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഒരു കീ പാസ് അദ്ദേഹം കൊടുത്തു. 4 ഡ്രിബിളിംഗ് അറ്റംപ്റ്റുകളിൽ 3 സക്സസ്ഫുള്ളായി. 2 ഷോട്ടുകൾ തീർത്തു. 9 ഗ്രൗണ്ട് ഡ്യുവൽസിൽ 5 വിൻ ചെയ്തു. 2 തവണയാണ് അദ്ദേഹത്തെ ഫൗൾ ചെയ്യപ്പെട്ടത്. വിശദമായിട്ട് നമ്മൾ പറഞ്ഞാൽ 69 മിനിറ്റാണ് അദ്ദേഹം ഈ കളിയിൽ കളിച്ചത്. അപ്പോൾ ഇതുവരെ സാന്റോസിനെ കളിച്ച കളികളുടെ മിനിറ്റുകൾ നമ്മൾ എടുത്താൽ അൽ ഹിലാലിൽ അദ്ദേഹം ആകെ കളിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഇപ്പോൾ കളിക്കളത്തിൽ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും നെയ്മർ മടങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചന. എല്ലാ 3 ദിവസത്തിനിടയിലും അദ്ദേഹം ഇപ്പോൾ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. 69 മിനിറ്റ് കളിച്ചു, 48 ടച്ചുകൾ, 2 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരികയുണ്ടായി. ഒരു കീ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ 3 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ, നല്ല രൂപത്തിലുള്ള പ്രകടനം അദ്ദേഹം നടത്തി. 6 പാസുകൾ അറ്റാക്കിംഗ് തേർഡിലേക്ക് അദ്ദേഹം കൊടുക്കേണ്ടായി. 3 ബോൾ റിക്കവറീസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെ 5 സക്സസ്ഫുൾ ടാക്കിളുകൾ. എല്ലാം കൂടി നോക്കുമ്പോൾ നെയ്മറുടെ ഭാഗത്തു നിന്ന് മോശമല്ലാത്ത പ്രകടനം തന്നെ വന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ